പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ന്. ഇന്ന് 2024 നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ നാം ഏവരും ഈ മാസത്തിന്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ യാത്രകൾ, ജോലികൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ എന്ന് വേണ്ട സകല മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ ഈ പുത്തനാഴ്ച അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 27-ാം സങ്കീർത്തനം 10-ാം വാക്യം. സാംസ് 27 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 27-ാം സങ്കീർത്തനം അറിയാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. മുഴുവൻ വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമാണ്. ഒരുപക്ഷെ ഒറ്റ ശ്വാസത്തിന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒന്ന് രണ്ട് പേര് കൂടി പറയുമ്പോൾ ധൈര്യത്തോടെ നമ്മളും കൂടെ ചൊല്ലും. കാരണം ഒരു പ്രായം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അനേക പ്രതിസന്ധികളിൽ വെളിച്ചം പകർന്ന, ധൈര്യം പകർന്ന, ശക്തിയോടെ നിന്ന, പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ഉയരത്തിലെ ശക്തി നമ്മിലേക്ക് പകർന്നു തന്ന ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. അതിന്റെ മറ്റു വാക്യങ്ങളിലേക്കൊന്നും ജീവജലം ഇന്ന് പകൽ പ്രകാശിക്കുന്നില്ല. ഇന്ന് അതിന്റെ 10-ാം വാക്യം പറയാണ്: എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ വാക്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ലിറ്ററലി ദാവീദിനെ അപ്പനായ ഇശായിയും അമ്മയും തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല. ഈ ലോകത്തിൽ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും മാതാപിതാക്കളെ തള്ളുകയില്ല എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകം തെളിയിക്കുന്നത് അതൊന്നുമല്ല എന്നുള്ളത് വ്യക്തമായി നമുക്കറിയാം. എന്നാലും പൊതുവെ ഒരു വെപ്പുള്ളത്, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കളയുകയില്ല. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത വചനത്തിൽ കൂടെ ദാവീദ് പറയുവാൻ തന്റെ സങ്കീർത്തനത്തിൽ ഉദ്ദേശിച്ചത് ഒരു വിധത്തിലും മാതാപിതാക്കൾ തള്ളിക്കളയുകയില്ല. അങ്ങനെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും സ്വർഗത്തിലെ ദൈവം തന്നെ ചേർത്തുകൊള്ളും. അതെ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഒരു പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. ഇതിനകത്തേക്കൊക്കെ വിവക്ഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ ലോകത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തെല്ലാം സംഭവിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിന് മാറ്റമില്ല, തള്ളിക്കളയുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ഈ പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഏകയാണ്, ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്നേഹം, കരുതൽ എനിക്ക് കിട്ടുന്നില്ല, ഒരു പരിഗണന എനിക്ക് ലഭിക്കുന്നില്ല, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇതാണോ നിങ്ങളുടെ മനസ്സിന് ഒരു അസ്വസ്ഥത ഉളവാക്കുന്നത്? പ്രിയമുള്ളവരെ, ദാവീദ് പറയുകയാണ്, എന്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഇത് പറയുമ്പോൾ പഴയ നിയമത്തിൽ തന്നെയുള്ള യോസേഫിന്റെ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യോസഫിന്റെ അപ്പൻ തന്നെ യോസഫിനെ ശാസിച്ചു. യാക്കോബ് ശാസിച്ചു, നീ അങ്ങനൊന്നും പറയരുത്, നീ എന്നാ ഉദ്ദേശിക്കുന്നത്? നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ വണങ്ങുമെന്നോ നമസ്കരിക്കുമെന്നോ
അവിടുന്ന് മുതൽ യോസഫ് തള്ളലേറ്റു, ഒറ്റപ്പെട്ടു. യോസഫിന്റെ ജീവിതത്തിന്റെ സമസ്തവും നമുക്കറിയാം. എന്നാൽ യോസഫ് എന്താണ് സ്വപ്നം കണ്ടത്, എന്താണ് പിതാവിനോടും സഹോദരങ്ങളോടും പറഞ്ഞത്, അത് അതുപോലെ നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തക അവസാന അധ്യായങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ലോകത്തിൽ ആരൊക്കെ തള്ളിയാലും മറന്നാലും വിട്ടുകളഞ്ഞാലും ഒഴിവാക്കിയാലും ഒരു മൂലയിലോട്ട് ചവിട്ടിത്താഴ്ത്തിയാലും തമ്പുരാൻ എന്നെയും നിങ്ങളെയും തള്ളിക്കളയുന്ന ദൈവമല്ല, ചേർത്തു പിടിക്കുന്ന ദൈവമാണ്. ആകയാൽ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളിൽ വ്യാകുലതയും സങ്കടവും ഒക്കെ അനുഭവിക്കുന്നവരാ നാം ഒക്കെ. എന്നാൽ ഓർക്കണം, എന്തെല്ലാം സംഭവിച്ചാലും തമ്പുരാൻ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പ് ഉള്ളിലോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വലിയ ധൈര്യം ഇങ്ങോട്ട് തരും, ഒരു ഉറപ്പ് തരും, ഒരു വലിയ ശക്തി തരും. ഇന്ന് ജീവിക്കാനുള്ള ഊർജം ആ ആത്മശക്തിയിൽ നിന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ആകയാൽ ഇന്നത്തെ ദിനം ദാവീദിന്റെ വാക്ക് നമുക്ക് കടമെടുക്കാം. അപ്പനും അമ്മയും സഹോദരങ്ങളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും സ്നേഹിതരും ഉറ്റ ബന്ധുക്കളും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ജീവിക്കുന്നു. ഇത് നാം മൈൻഡ് സെറ്റായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. പിന്നെ ഒന്നും ഒരു വിഷയമല്ല. നിന്ദിച്ചാലും ചിരിച്ചില്ലെങ്കിലും ഒരു ഫോൺ ചെയ്തില്ലെങ്കിലും ഒരു മെസ്സേജ് ഇട്ടില്ലെങ്കിലും അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ദിവസം നമ്മളെ അറിയിച്ചില്ലെങ്കിലും നമ്മുടെ ജന്മദിനത്തിനോ അല്ലെ മറ്റു വിശേഷ ദിവസങ്ങൾ അറിയാമെങ്കിലും നമ്മളെ ഒന്ന് വിഷ് ചെയ്തില്ലെങ്കിലും നമ്മളെ ഇതൊന്നും ബാധിക്കുകയില്ല. കാരണം നമുക്കൊരു വലിയ ഉറപ്പുണ്ട്, നമ്മൾ ആരുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ആകയാൽ ഈ ഒരു വലിയ ധൈര്യത്തോടെ ഉറപ്പോടെ ഈ പുതുദിനം ആരംഭിക്കാം. ഈ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടം ആരംഭിക്കാം. നിങ്ങളുടെ യാത്രകൾ, ജോലികൾ, പഠനങ്ങൾ, ആവശ്യങ്ങൾ, നിയമകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ സകലതിലും സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് നടത്തട്ടെ. ഈ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുകയും സ്നേഹിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദ് ഞങ്ങളെ ഒരു വലിയ പാഠം പഠിപ്പിച്ചല്ലോ. ഈ ലോകത്തിൽ ഏറ്റവും ഞങ്ങളെ സ്നേഹിക്കുന്നത് മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ഒരു വലിയ പിതാവ് ഉയരത്തിലുണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ ബോധം ഞങ്ങളിലേക്ക് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ കൂടെ പകർന്നതിനായി സ്തോത്രം. ഇന്ന് ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. വേദനകളുണ്ടപ്പാ, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിപ്പാൻ ഈ ദൈവസ്നേഹം, ഈ കരുതൽ, ഈ വലിയ ശക്തി ഞങ്ങളിലേക്ക് പകരണം. എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഈ പുതിയ ആഴ്ച വലിയ വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആഴ്ചയായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദാവീദ് രുചിച്ചറിഞ്ഞ ആ വലിയ സത്യം നമുക്കും രുചിച്ചറിയാം. ആരെല്ലാം കൈവിട്ടാലും എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ നമ്മളെ ഇട്ടേച്ച് ആദ്യം ഓടിയത് അവരാണ്. നമുക്കെതിരെ പഴി പറഞ്ഞത് അവരാണ്, നിന്ന പറഞ്ഞത് അവരാണ്, ഗോസിപ്പ് ഉണ്ടാക്കിയത് അവരാണ്. പക്ഷേ തമ്പുരാൻ അന്നും ഇന്നും വലങ്കരം തന്ന് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ ഉറപ്പോടെ, ഈ ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.